പക്ഷെ അനിൽകുമാർ, ഇന്നത്തെ സമരം കഴിഞ്ഞു. ഇപ്പൊ സമരം കഴിഞ്ഞതുകൊണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അയയുന്നില്ല. അടുത്ത 3 മാസം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനിലേക്ക് പോകുന്നു. സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തെ മാസം വരാൻ പോവുകയാണ്. അവസാനത്തെ 2 മാസം എന്ന് നമുക്ക് സാങ്കേതികമായി പറയാം. ഒരുപാട് സാമ്പത്തിക ബാധ്യത സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഒരു DA കുടിശ്ശിക കൊടുക്കുമെന്ന് സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബജറ്റിൽ. ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ ഡൽഹി വിറപ്പിച്ചു എന്ന് ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരോടും സർക്കാർ ഉദ്യോഗസ്ഥരോടും പൈസ കിട്ടാനുള്ള കോൺട്രാക്ടർമാരോടും പറയാൻ പറ്റില്ല. ഈ സമരത്തിൽ പങ്കെടുത്തത് കേരളത്തിലെ ജനങ്ങളാണ്. പെൻഷൻ നിഷേധിക്കപ്പെട്ടവർ 2500 പെൻഷൻ അവകാശമുണ്ട്. 1600 കൊടുക്കേണ്ടത്. അത് ഏതാണ്ട് ഒരു 5 മാസം കുടിശ്ശികയുണ്ട്, 6 മാസമൊന്നുമില്ല. അതുപോലെ തന്നെ DA സർക്കാർ ജീവനക്കാർക്ക് അവകാശമുണ്ട്. അത് കൊടുക്കരുതെന്ന് പറയുന്നവരാണ് BJPയും കോൺഗ്രസും. ഇന്നിപ്പോൾ ഇവിടെ ഈ ചർച്ച പങ്കെടുത്തതിൽ കോൺഗ്രസ് ആരാ BJP ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നാട്ടുകാർക്ക് മനസ്സിലാവുമോ? കേജ്രിവാൾ അഴിമതിക്കാരാണെന്ന് വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി ഏത് ഇന്ത്യ മുന്നണിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? കോൺഗ്രസ് ഏത് ഇന്ത്യ മുന്നണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പിന്നെ എന്തുകൊണ്ട് പിണറായി വിജയനെ പറയാം? ഞാൻ പറയുമ്പോണ്ടരുത്. താങ്കൾ ഇപ്പൊ പറഞ്ഞു. കാരണം എനിക്ക് 2 പേർക്കൂടെ പ്രത്യേക സമയം തരാനില്ല. പക്ഷെ ഞാൻ പറയട്ടെ, കൊടകരയിലെ ആ സുരേന്ദ്രന്റെ മകനൊക്കെ പുറകെ നിറഞ്ഞ കള്ളക്കടത്ത് പിടിച്ചങ്ങോട്ട് കൊടുത്തല്ലോ കുഴൽപ്പണം. ഒന്ന് അറസ്റ്റ് ചെയ്യാത്തത് എവിടെ പോയി നരേന്ദ്രമോദി? അല്ല, ഒന്ന് അറസ്റ്റ് ചെയ്യാത്തത് കൊടകരയില് സുരേന്ദ്രന് നിങ്ങൾ കൊട ചൂടി കൊടുത്തു. അല്ലാതെ എന്ത് ചെയ്തു? നിങ്ങൾ കൊടകര കുഴൽപ്പണ കേസിൽ നിങ്ങൾ കൊട ചൂടി കൊടുത്തു. സുരേന്ദ്രനെ സംരക്ഷിച്ചു. സർക്കാർ വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ചർച്ച ചെയ്യാനുള്ളത്. വളരെ നന്ദി. 3 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.